വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ബീഫ് കറി തയ്യാറാക്കാനായിട്ട് 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടപ്പത്തേക്ക് വെക്കുക. ഒരു 4-5 വിസിലോളം അടിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അടപ്പത്താണ് ചട്ടി വെക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പെരിഞ്ജീരകവും 1 സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്. കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഏകദേശം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ബീഫിനകത്ത് ചേർത്തത് കൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് തന്നെ നമ്മൾ വരട്ടിയെടുക്കുകയാണ് കറി പോലെ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് ഈ വീഡിയോസ് അങ്ങനെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.